പിന്നെ എനിക്കിവിടെ എൻ്റെ കളിക്കൂട്ടുകാരനൊക്കെ ആയിട്ട് വളർന്ന് ഇപ്പോൾ ബോംബെയിൽ ജീവിക്കുന്നൊരു ഗോകുൽദാസ് ഉണ്ട്. അദ്ദേഹം എനിക്കൊരു കൊച്ചു പുസ്തകം, പരമേശ്വർജി എഴുതിയ ഇന്ത്യൻ കമ്മ്യൂണിസവും ഹിന്ദു ധർമ്മവും, ഒരു 10-60 പേജുള്ള ഒരു ചെറിയ പുസ്തകം, അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ആശയ വ്യതിയാനത്തിന് അടിത്തറ പാകിയതിൽ ഒന്നതാണ്. അപ്പോൾ അതിൽ മനോഹരമായിട്ട് എന്താണ് കമ്മ്യൂണിസം, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, ഭാരതീയ സംസ്കൃതി എന്താണ്, അതിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. ഇപ്പോൾ അത് നമുക്കധികം കാണാനില്ല ആ പുസ്തകം. അതിൻ്റെ ഒരു വികസിത പതിപ്പാണ് മാർക്സിൽ നിന്ന് മാനവികതയിലേക്ക് എന്നൊരു പുസ്തകം പരമേശ്വർജി പിന്നീട് റഷ്യ തകർന്ന സമയത്തൊക്കെ, അത് ഇതിൻ്റെ ഒരു വികസിത രൂപമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ പുസ്തകത്തിലെ ആശയങ്ങൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സംഘ കാര്യകർത്താക്കളുടെ സാമീപ്യം, അവരുടെ സമ്പർക്കം, അവരിലൂടെ നേടുന്ന അറിവുകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ സംഘമാണ് ശരി, ഇതാണ് ശരിയായ മാർഗം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം പിന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നൊരു ലൈൻ നമ്മളെടുക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് സംഘത്തിലേക്കുള്ള ചുവടുവെപ്പ്. പിന്നീട് ഈ പ്രദേശത്തെ ശാഖയുടെ മുഖ്യ ശിക്ഷകൻ, മണ്ഡലത്തിൻ്റെ ചുമതല, താലൂക്കിൻ്റെ, അങ്ങനെ വിവിധ ചുമതലകളിലേക്ക് ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. പിന്നെയാണ് അവസാനം അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള ദൗത്യം വെച്ചാൽ റിട്ടയർമെൻറ്റിന് ശേഷം സംഘം തന്നെ നിയോഗിച്ചതനുസരിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ചതനുസരിച്ച് BJPയിലാണ് ഇനി പ്രവർത്തിക്കേണ്ടത് എന്ന് ഒരു നിശ്ചയം. അങ്ങനെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരികയാണ്.